നമ്മൾ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ മൂന്നാമത്തെ ഭാഗമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോൺസ് എന്താ, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു അല്ലേ. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂറോൺസിൽ കൂടെ ഈ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്, അതിനാരൊക്കെയാണ് പാർട്ടുള്ളത്, എന്തൊക്കെ ടൈപ്പ് ന്യൂറോൺസ് ആണുള്ളത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഈ നെർവസ് സിസ്റ്റം എന്ന് പറയണം അല്ലേ. നെർവസ് സിസ്റ്റം, അപ്പം നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളൊരു ചൂടുള്ള ഒബ്ജക്റ്റിനെ തൊടുകയാണെങ്കിൽ നമ്മളൊരു ചൂടുള്ള ഒബ്ജക്റ്റിനെ തൊടുകയാണെങ്കിൽ കൈ കൊണ്ട് നമ്മളിങ്ങനെ തൊടുകയാണെങ്കിൽ അല്ലേ, വിരൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വിരൽ നമ്മൾ എടുത്ത് മാറ്റും. അപ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ വിരലങ്ങോട്ട് മാറ്റുന്നുണ്ട് അല്ലേ. നമ്മളടുത്ത് ആരും പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല. അപ്പം അതാണ് നമ്മളുടെ ചുറ്റുപാടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ ദ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ട്. നമ്മളുടെ നോർമലായിട്ടുള്ള കണ്ടീഷൻ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രതികരിക്കും അല്ലേ. അതിന് പ്രതികരിക്കും തീർച്ചയായിട്ടും. അപ്പം ആ ഹോട്ട് ഒബ്ജക്റ്റ് എന്ന് പറയും, നമ്മളിപ്പോൾ ഇവിടെ ഹോട്ട് ഒബ്ജക്റ്റിനെ തൊടുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ, ആ ഹോട്ട്നെസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലൈ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയും. സ്റ്റിമുലൈ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്. നമ്മൾ അപ്പം തന്നെ കൈ മാറ്റുന്നില്ലേ, അതാണ് നമ്മളുടെ ബോഡീൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. പ്രതികരണത്തെ നമ്മൾ വിളിക്കുന്ന പേര് റെസ്പോൺസ് എന്നാണ് അല്ലേ. റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഇതൊക്കെ സംഭവിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ നെർവസ് സിസ്റ്റം വഴിയാണ്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും, നെർവ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സ്റ്റിമുലസിനെ തിരിച്ചറിയാനും അതേപോലെ തന്നെ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കാനും സഹായിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെർവസ് സിസ്റ്റമാണ് നമ്മളുടെ ബോഡിയിലുള്ള പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. അതെന്തായി കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൽ ഈ ഹോട്ട് കോൾഡ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സെൻസറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. സെൻസറി റിസെപ്റ്റേഴ്സ്, അതാണ് നമ്മളുടെ സെൻസ് ഓർഗൻസിലൊക്കെ ഉള്ള റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പം ഈ മാറ്റങ്ങൾ തിരിച്ചറിയുന്ന സംഭവങ്ങളാണ്, സാധനങ്ങളാണ് ഈ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസറി റിസെപ്റ്റേഴ്സ് ഈ ഹോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽ മെയിനായിട്ട് പോകുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലേക്കായിരിക്കും. അപ്പം തന്നെ ഇവിടുന്ന് തിരിച്ച് ബ്രെയിനോ സ്പൈനൽ കോഡോ തിരിച്ചൊരു സിഗ്നൽ നമ്മളുടെ കൈയിൻ്റെ വിരലിലേക്ക് എത്തും. അപ്പോൾ ആ സിഗ്നൽ എത്തുന്നത് വേറൊരു തരത്തിലുള്ള ഇതിലേക്കാണ്, സെൻസറി നെർവ്സിലേക്കാണ്, സെൻസറി ന്യൂറോൺസിലേക്കാണ് പോകുന്നത്. അപ്പം ഈ സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്? മസിൽസിന് മെസ്സേജ് കൊടുക്കും അവിടുന്ന് കൈ മാറ്റാനുള്ളത് അല്ലേ. ഇതൊക്കെ വളരെ മൈക്രോ സെക്കൻഡിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു റെസ്പോൺസ് നമ്മളുടെ കൈയിൻ്റെ വിരലിൻ്റെ തുമ്പത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പം മസിൽ എന്ത് ചെയ്യും? നമ്മളുടെ വിരൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്യും അല്ലേ, മാറ്റും. അപ്പം അവിടെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റവും നമ്മുടെ മസ്കുലർ സിസ്റ്റം തമ്മിലൊരു കോർഡിനേഷൻ, അതായത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ടോ, അതിനാണ് നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൺട്രോളും കോർഡിനേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ബോഡിയിലുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ് എന്ത്? നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പം അതെന്താണോ മാറ്റമുള്ളത് ആ മാറ്റത്തിനെ തിരിച്ചറിഞ്ഞ് അവിടെ എന്താണോ റെസ്പോൺസ് വെക്കേണ്ടത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് റെസ്പോൺസും ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ബ്രെയിനും മറ്റേത് സ്പൈനൽ കോഡ് എന്ന് പറയും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഈ സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിൽ നിന്നൊക്കെ വരുന്ന നെർവ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. ക്രാനിയം നെർവിൻ്റെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ക്രാനിയം. അപ്പം ബ്രെയിനിൽ നിന്ന് വരുന്ന 12 പെയർ, അതായത് 24 ക്രാനിയൽ നെർവ്സ് ഉണ്ടാവും. സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന 31 പെയർ അല്ലെങ്കിൽ 62 സ്പൈനൽ നെർവ്സ് ഉണ്ടാവും. അപ്പം ഇത് രണ്ടും നെർവസ് സിസ്റ്റം ഓർഗൻസിനും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന നെർവ്സാണ് അല്ലേ. ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും പല ഓർഗൻസിനും കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ തന്നെയാണ് എന്ത്? റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന നേരത്തെ റിസെപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞതല്ലേ, ആ റിസെപ്റ്റേഴ്സ് ആര് തന്നെയാണ്? ഈ ക്രാനിയൽ നെർവ്സോ സ്പൈനൽ നെർവ്സാണ് നമ്മളുടെ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഗാംഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാണ്
നെർവ്സിൻ്റെ കൂട്ടത്തിനാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയുന്നത്, നെർവ് ഗാംഗ്ലിയ. അപ്പോൾ ഇത്രയാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിൽ ബ്രെയിനും സ്പൈനൽ കോഡും, പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ബ്രെയിനും സ്പൈനൽ കോഡൊന്നും വരുന്ന നെർവ്സ് ആണ് വരുന്നത് കേട്ടോ. 12 പേർ ക്രാനിയൽ നെർവ്സും 31 പേർ സ്പൈനൽ നെർവ്സും. ഈ നെർവ്സ് എവിടെയാണ് പോയി കണക്ട് ചെയ്യുന്നത്? പല ഓർഗൻസിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൻ്റെ. അപ്പം നമ്മളുടെ ബ്രെയിൻ ആണെങ്കിലും സ്പൈനൽ കോഡാണെങ്കിലും 3 ലെയേർഡ് എന്ന് പറയും അല്ലേ, 3 ലെയേഴ്സ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 3 ലെയേർഡ് എന്നാണ് പറയുന്നത്. 3 ലെയേർഡ് ആയിട്ടുള്ള മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൊണ്ട് കവർ ചെയ്താണ്. ആ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിൻ്റെ പുറത്താണ് നമ്മളുടെ സ്കള്ളെന്ന് പറയുന്ന ഭാഗം അല്ലേ. ഇതാണ് നമ്മളുടെ സ്കള്ളെന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് പാർട്ട്. ആ സ്കള്ളിൻ്റെ തൊട്ട് താഴെയാണ് എന്തുള്ളത്? ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലെയേർഡ് മെംബ്രെയിൻ ഉള്ളത്. ആ 3 ലെയേർഡ് മെംബ്രെയിൻ്റെ അകത്താണ് നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ അവസാനത്തെ ഭാഗം അല്ലേ, ഈ തേർഡ് ഭാഗത്ത് ഈ ബ്ലൂ കളർ കാണുന്നില്ലേ, അതൊരു ലിക്വിഡാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡാണ് ആ പാർട്ടിലുള്ളത്. അപ്പം ബ്രെയിനും സ്പൈനൽ കോഡും കവേർഡ് ചെയ്തിട്ടുള്ളത് 3 ലെയേഴ്സ് ഉള്ള മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു കവറിങ് കൊണ്ടാണ്. ഈ മെനിഞ്ചസിൻ്റെ അകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഇന്നർ മെംബ്രെയിനിൻ്റെ അകത്താണ് വരുന്നതെന്ന് പറഞ്ഞത് അല്ലേ, ബ്രെയിനിൻ്റെ തൊട്ട് മുകളിൽ. അപ്പം ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ അതേപോലെ സ്പൈനൽ കോഡിൻ്റെ ഇടയിൽ കുറേ സ്പേസസ് ഉണ്ടാവും. ഇതിന് നമ്മൾ ക്യാവിറ്റീസ് എന്ന് പറയുന്നത്. ആ ക്യാവിറ്റീസിൻ്റെ അകത്ത് എന്ത് തന്നെ ഉണ്ടാവും? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത് എപ്പൻഡിമൽ സെൽസ് എന്ന് പറയുന്ന ഒരു സെൽസ് എന്നാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് പ്രധാനപ്പെട്ടതാണ്, എന്താണെന്ന് നോക്കാം. അപ്പം ഈ ടിഷ്യൂസ് ലിവിങ് സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് അതിന് ധാരാളം ഓക്സിജൻ വേണം, അതേപോലെ ന്യൂട്രിയൻസ് വേണം അല്ലേ. എനർജി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ ടിഷ്യൂസിന് വേണം. അതെത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഈ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. പിന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേസ്റ്റിനെ അവിടുന്ന് പുറത്താക്കണം, എലിമിനേറ്റ് ചെയ്യണം. അതും ചെയ്യുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തന്നെയാണ്. ഓക്കെ, അപ്പം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ന്യൂട്രിയൻസും ബ്രെയിൻ ടിഷ്യൂസിന് കൊടുക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഷറിനെ റെഗുലേറ്റ്സ് ദ പ്രഷർ. അവിടെ ബ്ലഡിൻ്റെ പ്രഷേഴ്സ് ഉണ്ടാവും. ആ പ്രഷറിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് അകത്ത് പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അതേപോലെ തന്നെ ബ്രെയിനിനെ പുറമേ നിന്നുള്ള ക്ഷതങ്ങളിൽ നിന്ന്, എക്സ്റ്റേണൽ ഇഞ്ചറീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ബ്രെയിനിൻ്റെ ഭാഗങ്ങളെ പറ്റി പഠിക്കുന്നത്. അപ്പം ബ്രെയിനിന് നമ്മൾ 3 മെയിൻ പാർട്ട് വരുന്നത്. ഒന്ന് നമ്മളുടെ നെറ്റീൻ്റെ ഭാഗം അല്ലേ, അതായത് ഈ പാർട്ടാണ് നമ്മൾ നെറ്റീൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇതന്നെ നമ്മൾ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ടിനെ ഫോർ ബ്രെയിൻ എന്ന് പറയും. ഫോർ ബ്രെയിൻ എന്നാണ് പറയുന്നത്. ഇതാണ് നടുവിലത്തെ ഭാഗം, അതിനെ മിഡ് ബ്രെയിൻ എന്നാണ് പറയുക. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ. പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള താഴെയുള്ള പാർട്ട് ഇവിടെയുള്ള ഈ ഭാഗം അല്ലേ, ഈ തേർഡ്, അതാണ് നമ്മളുടെ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രെയിനിൻ്റെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ ഈ ഫോർ ബ്രെയിനിൽ മെയിനായിട്ട് വരുന്ന ഭാഗം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഓക്കെ, സെറിബ്രം. അപ്പോൾ ഫോർ ബ്രെയിനിൽ ഫുള്ളായിട്ട് എന്താ വരുന്നത്? സെറിബ്രം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതാണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ടർ പാർട്ട് ഓഫ് ദ ഗ്രേ മാറ്റർ ഇസ് ഇൻ കോൾഡ് കോർട്ടെക്സ്. അപ്പോൾ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. കോർട്ടെക്സ് എന്ന് പറയും, മെഡുല എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഈ ഗ്രേ മാറ്റർ എന്താ, വൈറ്റ് മാറ്റർ എന്തൊക്കെയാണ് ഞാൻ ഇതേ വീഡിയോ തന്നെ മുമ്പിൽ വരുന്ന ഭാഗത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, എന്താണ് ഈ ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഔട്ടർ പാർട്ട് അതിന് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും, ഇന്നർ പാർട്ടിന് മെഡുല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ നമ്മളുടെ ഓർമ്മശക്തി, പിന്നെ നമ്മളുടെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്. വോളണ്ടറി പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്, നമ്മളുടെ തിങ്കിങ് പവർ, ഇൻ്റലിജൻസ്, നമ്മളുടെ ഇമാജിനേഷൻസ്,
പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുകൾ എല്ലാം ഉള്ളത് ഈ സെറിബ്രം എന്ന് പറയുന്ന ഭാഗത്താണ്. ഓക്കെ, സെറിബ്രം എന്ന പാർട്ടിൽ ഇതെല്ലാം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഫോർ ബ്രെയിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ മിഡ് ബ്രെയിനിൽ വരുന്നത് തലാമസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഓക്കെ, തലാമസും ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ തലാമസ് എന്ന് പറയുന്ന ഭാഗം ഇന്നർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ് വരുന്നത്, അത് നടുവിൽ വരുന്ന ഭാഗം. ഇത് സെറിബ്രത്തിൽ നിന്ന് വരുന്ന മെസ്സേജിനെ, അതായത് എല്ലാ സാധനവും നമ്മളുടെ സെറിബ്രത്തിൽ എത്തണമെന്നില്ല അല്ലേ, പ്രധാനപ്പെട്ട മാത്രമേ ഇത് സെറിബ്രത്തിലേക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് റിലേ സ്റ്റേഷൻ എന്ന് പറയും. സെറിബ്രത്തിൽ ആവശ്യമുള്ള മെസ്സേജിനെ സെറിബ്രത്തിലേക്ക് സെൻഡ് ചെയ്യും, ആവശ്യമില്ലാത്തതിനെ അവിടെ തടഞ്ഞു വെക്കും. അതേപോലെ തന്നെ സെറിബ്രത്തിൽ നിന്ന് വരുന്ന മെസ്സേജിനെ തിരിച്ച് എവിടേക്കാണ് എത്തിക്കേണ്ടത് അവിടെ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തലവേദന അല്ലെങ്കിൽ എവിടെയെങ്കിലും ശരീരവേദന വരുമ്പോൾ നമ്മൾ ഗുളിക കഴിക്കും. അപ്പോൾ ആ പെയിനൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പാർട്ടും കൂടിയാണ് ഈ തലാമസ് എന്ന് പറയുന്നത്. അപ്പം ആ പെയിൻ കില്ലേഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ തലാമസ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഛർദ്ദിക്കാൻ വരുന്ന ആ സെൻസേഷനൊക്കെ ഇതിൻ്റെ അകത്താണ് ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ബോഡിക്ക് എങ്ങനെ ആയിരിക്കണം, എല്ലാ ഫങ്ഷൻസും ഒരേപോലെ ആവണം അല്ലേ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കൂടുക, എന്തെങ്കിലും ഫംഗ്ഷൻ കുറയുക, അങ്ങനെ സംഭവിക്കരുത്. എല്ലാ മാതിരിയുള്ള ഫങ്ഷൻസും ഒരേപോലെ പോവുക, അതിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്തിട്ടും ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷൻസ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, ഈ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ബോഡീൻ്റെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ മിഡ് ബ്രെയിൻ, അതാണ് മിഡ് ബ്രെയിൻ്റെ പാർട്ട് അല്ലേ. മൊത്തം ഇപ്പോൾ ഹൈപ്പോതലാമസ്, തലാമസ് ഒക്കെ ഈ മിഡ് ബ്രെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വിഷൻ, ഹിയറിങ്, അതേപോലെ തന്നെ കണ്ണുകളുടെ മൂവ്മെൻറ്റ്, ഐബ്രോസിൻ്റെ മൂവ്മെൻറ്റ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മളുടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ആ മിഡ് ബ്രെയിനിൽ തന്നെ രണ്ട് പാർട്ട് വേറെയുണ്ട്, പോൺസും പിന്നെ അവിടെ നിന്ന് വരുന്ന മെഡ്യൂള ഒബ്ലോങ്കാട്ട എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ പോൺസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ മസ്കുലർ ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, കണ്ണിൻ്റെ അതേപോലെ എല്ലാ ഫേസിൻ്റെ മസിൽസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പോൺസ് എന്ന് പറയുന്ന മിഡ് ബ്രെയിനിൻ്റെ ഭാഗത്തുള്ള ഒരു പാർട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. മെഡ്യൂള ഒബ്ലോങ്കാട്ട എന്ന് പറയുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ അറിയാതെ നടക്കുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം. ഹാർട്ട് ബീറ്റ്, വെൻറ്റിലേഷൻ, വൊമിറ്റിംഗ്, കോഫ്, സ്നീസിങ് എക്സെട്ര ഒക്കെ ഇവിടെ നിന്നാണ് നമുക്ക് ആ മെസ്സേജസ് പോകുന്നത്. അപ്പം അതനുസരിച്ച് ബോഡി എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഇതൊക്കെ ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് ബ്രെയിനിൻ്റെ. പിന്നെ വരുന്നതാണ് ഹൈൻഡ് ബ്രെയിനിൻ്റെ ഭാഗം, സെറിബെൽ എന്ന് പറയുന്നത്. ഈ സെറിബെല്ലാണ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇത് ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിൻ്റെ പുറകുവശത്തും താഴത്തായിട്ടാണ് കാണുന്നത്. ഇത് ബോഡീൻ്റെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ നേരെ നടന്നു പോകുന്നുണ്ട്, നമ്മൾ അങ്ങനെ പെട്ടെന്ന് വീഴൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് അവരുടെ അല്ലേ, ഇപ്പോൾ ഉറങ്ങുമ്പോൾ അവർക്ക് തല ചുറ്റുന്ന പോലെ ആവുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ബോഡീൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്, വേർട്ടിഗോ എന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ ബോഡീൻ്റെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവമാണ് ഈ സെറിബെൽ എന്ന് ചെയ്യുന്നത്. മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ സെറിബെല്ലുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ മിഡ് ബ്രെയിൻ, പോൺസ്, മെഡ്യൂള ഒബ്ലോങ്കാട്ട, ഇതിനെ മൂന്നെണ്ണത്തെ നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ബ്രെയിനിൻ്റെ സ്റ്റെം എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം. പിന്നെ വരുന്ന നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ പാർട്ടാണ് സ്പൈനൽ കോഡ്. അപ്പം സ്പൈനൽ കോഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് മെഡ്യൂള ഒബ്ലോങ്കാട്ടയിൽ നിന്നാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് വരുന്നത്. അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പം സ്പൈനൽ കോഡിൻ്റെ നടുവിൽ കാരണം ഈ ഹോൾ ഉണ്ടല്ലോ, അതാണ് നമ്മൾ സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്ക്കാണ് ഈ സംഭവം. അങ്ങനെ കുറേ ഡിസ്ക് അടുക്കി വെച്ചതാണ് എന്ത്, നമ്മളുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈനൽ കോഡ്. അപ്പം ആ സ്പൈനൽ കോഡിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പൈനൽ നെർവ്സ് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ, സ്പൈനൽ നെർവ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ കനാൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്, ആ ഡോർസൽ റൂട്ട് കൂടിയാണ് എന്ത് മെസ്സേജൊക്കെ പാസ് ചെയ്യുന്നത്. ഓക്കെ, സ്പൈനൽ കോഡിൽ നിന്ന് പല ഭാഗത്തേക്കും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് പല ഭാഗത്തേക്കും മെസ്സേജസ് പോകുന്നത് സ്ട്രക്ചേഴ്സാണ് ഈ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ ഈ ഇവിടെ സെൻട്രൽ കനാൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, എവിടെയാണോ സ്പേസ് ഉള്ളത്, കനാൽ ഉള്ളത്, അവിടെയൊക്കെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ സെൻട്രൽ കനാലിൻ്റെ അകത്ത് എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ ഡോർസൽ റൂട്ട് എന്താ? ബോഡീൻ്റെ പല ഭാഗത്തുനിന്നും സ്പൈനൽ കോഡിലേക്ക് മെസ്സേജ് കൊണ്ടുവരുന്നതാണ് ഈ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. വെൻട്രൽ റൂട്ടോ, സ്പൈനൽ കോഡിൽ നിന്ന് എവിടേക്കാണോ മെസ്സേജസ് എത്തേണ്ടത് അവിടേക്ക് എത്തിക്കുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? വെൻട്രൽ റൂട്ട് ചെയ്യുന്നത്. ഓക്കെ. സ്പൈനൽ കോഡിൽ നിന്നും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആരാണ്? ഈ വെൻട്രൽ റൂട്ടാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്തായിരിക്കും? പലതരത്തിലുള്ള ന്യൂറോൺസാണ് ഇതൊക്കെ, നെർവ് സെല്ലാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ. ഇനി ഞാനിവിടെ നേരത്തെ പറഞ്ഞ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെർവ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ ന്യൂറോണിൻ്റെ ഈ പാർട്ടാണ് ആക്സോൺ എന്ന് പറയുന്നത് അല്ലേ? ഈ നീളത്തിലുള്ള ഭാഗമാണ് ആക്സോൺ. ഇവിടെ കണ്ടോ കുറേ ബോക്സ് പോലത്തെ സാധനങ്ങൾ കണ്ടില്ലേ? അതാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്ത്. അപ്പം ചില ന്യൂറോൺസിൽ ഈ മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആയിരിക്കും, ചില ന്യൂറോൺസിൽ മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം ഏത് ന്യൂറോണിൻ്റെ അകത്താണോ ഈ മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്, ഏത് ഏരിയയിലാണോ ന്യൂറോൺസിനകത്ത് മൈലിൻ ഷീത്ത് ഉള്ളത്, അവിടെ ആ ഏരിയന് പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ. അതേപോലെ ചില ന്യൂറോൺസിന് ഈ മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസ് ഉള്ള ഭാഗത്തിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. ഓക്കെ, ഗ്രേ മാറ്റർ എന്ന് പറയും. അപ്പം ഒന്നും കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുള്ളത്, ചില ന്യൂറോണിൽ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു ലെയർ ഉണ്ടാവും, അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അത് മൈലിൻ എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫാറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്. ഇതിന് മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ ഫാസ്റ്റായിട്ട് ഇതുകൂടെ ആ മെസ്സേജസ് സെൻഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അതൊരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. മെസ്സേജ് എവിടെയെങ്കിലും വേസ്റ്റായി പോകാതിരിക്കാനും പിന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയാണ് മൈലിൻ ഷീത്ത് അവിടെ ഉള്ളത്. എക്സ്റ്റേണൽ ഇഞ്ചറീസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ മൈലിൻ ഷീത്ത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് പാർട്ട് ഓഫ് മൈലിനേറ്റഡ് ന്യൂറോൺസ് വിത്ത് ആർ എബണ്ടൻറ്റ്. വിച്ച് ആണ് ഇവിടെ വരേണ്ടത്. വിച്ച് ആർ എബണ്ടൻറ്റ് എന്ന് പറയും. എവിടെയാണോ കൂടുതലുള്ളത് ആ കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. എവിടെയാണോ സെൽ ബോഡീസ് ആൻഡ് പാർട്ട് ഓഫ് ദ ന്യൂറോൺസ് വിതൗട്ട് എ മൈലിൻ ഷീറ്റ്, മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ന്യൂറോൺ എവിടെയാണുള്ളത് ആ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേ മാറ്റർ. ഓക്കെ, ഗ്രേ മാറ്റർ. ഇനി സ്പൈനൽ കോഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? പല ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്ക് എത്തിക്കുക, അതേപോലെ തന്നെ ബ്രെയിനിലുള്ള ഇൻസ്ട്രക്ഷൻസ് ബോഡീൻ്റെ പല ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. അതാണ് ആരുടെ ഫങ്ഷൻ? സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ സ്പൈനൽ കോഡ് എങ്ങനെയാണ് ഈ മെസ്സേജസ് റിസീവ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂറോൺസ്. പലതരം ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോൺസ് മൊത്തം നമ്മളുടെ ബോഡിയിൽ നെറ്റ്വർക്കായിട്ട് കിടക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അപ്പം ഈ മെസ്സേജസ് പോകുന്നത് ഇമ്പൾസ് എന്ന് പറയുന്ന ഫോമിലാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാണ്. നമ്മളുടെ ബോഡിയിൽ ഈ മെസ്സേജസ് ഒക്കെ പോവുക ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ് അല്ലേ? ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ് നമ്മളുടെ ന്യൂറോണിൽ കൂടെ മെസ്സേജ് പാസ് ചെയ്യുക. അപ്പം നമ്മളുടെ ബോഡി കൂടെ കറണ്ട് പാസ്സാവുന്നതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത്. ഇൻസുലേറ്റർ ആയിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഷോക്ക് അടിക്കില്ലായിരുന്നു. നമ്മളുടെ ബോഡി ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മുടെ ബോഡീൻ്റെ അകത്തും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റി ആണ് ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജസിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹോട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് തൊടുമ്പം അവിടെ നമ്മളുടെ സ്കിന്നിൻ്റെ അറ്റത്തുനിന്നുണ്ടാവും ഒരു സെൻസറി ന്യൂറോൺ ഉണ്ടാവും. ആ സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യും? നമ്മളവിടെ മാറ്റം വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ചാർജിൽ വ്യത്യാസം വരും. അതെന്തൊക്കെയാണെന്നുള്ള ഡയഗ്രാം വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ്. അപ്പം നേരത്തെ ഞാൻ സ്റ്റിമുലസ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പോൾ ഈ നോർമൽ കണ്ടീഷനിൽ നമ്മളുടെ ന്യൂറോണിൻ്റെ നമ്മളുടെ റിസപ്റ്റർ എന്ന് പറയുന്ന ഭാഗമല്ലേ, സ്കിന്നോ എവിടെ വേണമെങ്കിലും ആവാം. ആ റിസപ്റ്റേഴ്സിൻ്റെ മുകളിൽ പുറത്ത് പോസിറ്റീവ് ചാർജും ആ റിസപ്റ്ററിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളൊരു ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് തൊട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പോയി റോസിൻ്റെ മുള്ളിനൊന്ന് തൊട്ട്. അപ്പോൾ ആ തൊടുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത് അല്ലേ? ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഹോട്ട് എന്ന് പറയുന്നതാണ് അവിടെ സ്റ്റിമുലസ് അവിടെ ഉണ്ടായി അല്ലെങ്കിൽ സ്റ്റിമുലസ് അവിടെ ജനറേറ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ
പോസിറ്റീവായിട്ടുള്ള ഭാഗം എന്താവും? നെഗറ്റീവ് ആവും. പോസിറ്റീവ് ചാർജ് എവിടേക്ക് പോവും? നമ്മളുടെ റിസപ്റ്ററിൻ്റെ അകത്തേക്ക് പോവും അല്ലേ? ഇങ്ങനെയാണ് സംഭവിക്കുക. അവിടെ ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ നോർമലി പോസിറ്റീവായിട്ടുള്ള ഭാഗം അതെന്താവും? തൊട്ട ഭാഗത്ത് നെഗറ്റീവായി മാറും. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് മാറി? നമ്മളുടെ റിസപ്റ്ററിൻ്റെ അകത്തേക്ക് പോയി. ഇതൊരു ന്യൂറോൺ തന്നെയാണ്. അപ്പം നമുക്കൊരു കാര്യം അറിയാം, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജാണ് മൊത്തം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജിനെ അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വലിക്കും അല്ലേ? അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് ചാടി അങ്ങനെ ഈ ഓരോ നെഗറ്റീവ് ചാർജും ഇവരെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഈ ചാർജസ് അല്ലെങ്കിൽ സ്റ്റിമുലസ് എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലത്ത് കറക്റ്റായിട്ട് അവിടെ എത്തിയിരിക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ വ്യത്യാസം കാണുന്നില്ലേ? പ്ലസും മൈനസും ചാർജ് വരുന്നത്. ഇതാണ് നമ്മളുടെ മെസ്സേജ് എന്ന് പറയുന്ന സംഭവം. അത് ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ചാർജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസസ്. ഇതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ SMS-ഉം ചാറ്റിങ്ങും ഒന്നും അല്ല. ഇങ്ങനെ ചാർജസ് ആണ് ഇവിടെ മെസ്സേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ നമ്മളുടെ ന്യൂറോൺസിന് കഴിയും. ഇതെന്താണെന്നുള്ളതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ എല്ലാത്തിനും എന്തുണ്ടാവും? ഇലക്ട്രിക് ചാർജ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഇന്നർ സൈഡ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നെഗറ്റീവ് ചാർജ്, പുറത്ത് ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഒരു സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് പുറത്തുനിന്ന് അകത്തേക്ക് എൻറ്റർ ചെയ്യും. ആ വേരിയേഷൻ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോകും. ഇതാണ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നെർവ് ഇമ്പൾസ് ആ റിസപ്റ്ററിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് വന്നിട്ട് സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്കൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ന്യൂറോൺസാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂറോണിന് വേറെ ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ഈ ചാർജ് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? അപ്പോൾ ആ ട്രാൻസ്ഫർ നടക്കുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ അകത്തുനിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് കൈമാറുന്ന സ്ഥലം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമ്മളുടെ ആ റിസപ്റ്റർ ഉള്ളത്. ആ റിസപ്റ്റർ ഇതിൻ്റെ അകത്തു കൂടെ പ്ലസ് മൈനസ് ചാർജ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യണം? ഇത് കവർ ചെയ്യണം. അപ്പോൾ ഈ 2 ന്യൂറോണും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റില്ലേ, ആ പോയിൻറ്റിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് രണ്ടും കണക്റ്റഡ് അല്ല. ഇടയ്ക്കൊരു ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോൾ 2 ന്യൂറോൺസിന് ഇടയിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ്. ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ഓക്കെ, ഇത് നമ്മൾ സിനാപ്സ് എന്ന് പറയും. അപ്പം ആക്സോണിൻ്റെ ടിപ്പ് അവിടെ ഇങ്ങനെ ഇത് കണ്ടോ, ഷേപ്പ് മാറ്റം കണ്ടോ, അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മെസ്സേജിനെ ഇങ്ങോട്ടേക്ക് അടുത്ത ന്യൂറോണിലേക്ക് കൈമാറും. ഓക്കെ, പിന്നെ ഇതാണ് അടുത്ത ന്യൂറോണിൻ്റെ ഭാഗം. ഇത് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇത് റിസപ്റ്റേഴ്സാണ്. ആ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യും. ഓക്കെ, ആ റിസപ്റ്റേഴ്സിൻ്റെ വൈറ്റ് ഡോട്ട് കാണുന്ന ഇതിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് അത് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഈ ഡോട്ട് ടേൺ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ഉണ്ടല്ലോ റെഡ്, അതാണ് സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ ചാർജസ് ഒക്കെ വന്ന് നിൽക്കും. പിന്നെ അവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആ ചാർജിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് കടന്നങ്ങനെ പോകും. ന്യൂറോ ട്രാൻസ്മിറ്ററാണ് എന്ത് ചെയ്യുന്നത്? ഈ സിനാപ്റ്റിക് വെസിക്കിളിലേക്ക് ഇതിനെ അതിൽ നിന്നും പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിനാപ്റ്റിക് നോബ് ഉണ്ടാക്കുന്ന സെക്രീഷനാണ്, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ നിന്ന് ഇമ്പൾസ് അടുത്തേക്ക് പാസ് ചെയ്ത് പോകും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിന് കൂടെ ബൈൻഡ് ചെയ്തിട്ട് അതിനെ കിട്ടി അടുത്തേക്ക് എത്തിക്കുന്നുണ്ടാവും. എവിടേക്ക്? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക്. അപ്പോൾ ആ ന്യൂറോൺ സ്റ്റിമുലേറ്റഡ് ആവും. അങ്ങനെ ആ ഇമ്പൾസ് ട്രാവൽ ചെയ്തുകൊണ്ട് പോവും. ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റാണ്, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അത് സ്പൈനൽ കോഡിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ ആയിരിക്കും പോവുക. അപ്പോൾ സ്പൈനൽ കോഡാണ് സഡൻ എമർജൻസി സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിനിലേക്ക് എത്താനുള്ള സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന ആരാ? സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണക്കാരൻ. സ്പൈനൽ കോഡ് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെയാണ് എവിടെ എത്തുന്നത്? ബ്രെയിനിലെത്തുന്നത്. അപ്പോൾ നമ്മളറിയാം, നമ്മൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ കൈ മാറ്റുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആ ചൂട്
അറിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നത്, പൊള്ളി ആ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അത് എപ്പോഴാണ്, ആ ഇമ്പൾസ് ബ്രെയിനിലെത്തുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അതുവരെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്കത് തിരിച്ചറിയുന്നേ ഇല്ല. കാരണം ആ കൈ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. സ്പൈനൽ കോഡ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, പിന്നെയാണ് വിവരം എവിടെ എത്തുന്നത്, ബ്രെയിനിലെത്തുന്നത്. ഓക്കെ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. അപ്പം നമ്മൾ പറഞ്ഞ റിസപ്റ്റർ എന്നതാണ്, നമ്മളുടെ കൈയിൻ്റെ വിരലുള്ള ഭാഗമായിരിക്കും. ആ റിസപ്റ്ററിൽ നിന്ന് ന്യൂറോണാണ് അല്ലേ, ആ ന്യൂറോൺ അത് സെൻസറി ന്യൂറോണാണ്. ആ റിസപ്റ്റേഴ്സ് ഈ സെൻസറി ന്യൂറോണാണ് അതിൻ്റെ അറ്റത്തുള്ള, റിസപ്റ്റേഴ്സിൻ്റെ അറ്റത്തുള്ളത്. അപ്പം അതെന്താണോ അവിടെ സ്റ്റിമുലസ് ഉണ്ടായത്, ആ സ്റ്റിമുലസിനെ തിരിച്ചറിഞ്ഞിട്ട് അത് പ്ലസ്സും മൈനസും ചാർജായിട്ട് ഈ റിസപ്റ്റേഴ്സ് സെൻസറി ന്യൂറോൺ വഴി എവിടേക്ക് എത്തുന്നുണ്ടാവും, സ്പൈനൽ കോഡിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ സെൻസറി ന്യൂറോണിൻ്റെ അടുത്തുനിന്ന് അത് കൈമാറുന്നത് ആരാണ്, വേറൊരു രണ്ടാമത്തെ ന്യൂറോൺ. അത് നമ്മൾ ഇൻറ്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ എന്ന് പറയും. രണ്ട് പേരുണ്ട്. അപ്പം റിസപ്റ്ററായിട്ടുള്ള സെൻസറി ന്യൂറോണിൻ്റെ അടുത്തുനിന്ന് ആ മെസ്സേജ് അടുത്തത് കൈമാറുന്നത് ഇൻറ്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ എന്ന് പറയുന്ന വേറെ ന്യൂറോണാണ്. അവിടെ നിന്ന് ഇത് ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്ക് എത്തും അല്ലേ. എന്നിട്ട് ബ്രെയിനും സ്പൈനൽ കോഡും ആ മെസ്സേജിനെ തിരിച്ചറിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു റെസ്പോൺസ് അല്ലേ, ആ റെസ്പോൺസും എന്തിൻ്റെ രീതിയിലായിരിക്കും ഉണ്ടാവുക, അതും ചാർജിൻ്റെ രീതിയിൽ, സ്റ്റിമുലൈനനുസരിച്ചിട്ട് റെസ്പോൺസും ചാർജിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ ബ്രെയിനോ സ്പൈനൽ കോഡോ തരുന്ന ആ ഇൻഫർമേഷൻ സ്പൈനൽ കോഡോ ബ്രെയിൻ ആർക്ക് കൈമാറും, മൂന്നാമത്തെ ടൈപ്പ് ന്യൂറോണിനെ. അതാണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. മോട്ടോർ എന്ന് പറയുന്ന വാക്ക് ചലനം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഏത് ഭാഗത്താണോ, കൈയിൻ്റെ മസിലാണ് കൈയിൻ്റെ മസിൽ, കാലിൻ്റെ മസിലാണെങ്കിൽ കാലിൻ്റെ മസിൽ, അവിടെ കൈ മൂവ് ചെയ്യണം എന്ന ഒരു മെസ്സേജ് ക്യാരി ചെയ്യുന്നത് ആരാ, മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള മോട്ടോർ ന്യൂറോണാണ്. അപ്പോൾ സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുന്നത്, അതെന്താണെന്ന് തിരിച്ചറിയും. ചൂടുള്ളതാണോ തണുപ്പാണോ മുള്ളാണോ എന്താണെന്ന് തിരിച്ചറിയുന്ന ആരാണ്, സെൻസറി ന്യൂറോണാണ്. അത് ഇൻ്റർ ന്യൂറോൺ എന്ത് ചെയ്യും, ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ മെസ്സേജ് എത്തിക്കും. ആ മെസ്സേജ് അനുസരിച്ചിട്ട് വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു റെസ്പോൺസ് ബ്രെയിനോ സ്പൈനൽ കോഡോ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ന്യൂറോൺ കൂടെ മസിൽസിലേക്കോ ഓർഗനിലേക്കോ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ മസിൽ ക്യാരി ചെയ്യുന്ന ഏത് ന്യൂറോണാണ്, മോട്ടോർ ന്യൂറോണാണ്. ഓക്കെ. സെൻസറി ന്യൂറോൺ, 3 ടൈപ്പ് ന്യൂറോൺ നമ്മളിപ്പം പഠിച്ചത് അല്ലേ, സെൻസറി, ഇൻറ്റർ ആൻഡ് മോട്ടോർ ന്യൂറോൺ. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്യുന്ന പണിയാണ് ആർക്ക്, നമ്മളുടെ ഈ സെൻസറി ന്യൂറോണിന്. അപ്പം ഇതെന്താ ചെയ്യുന്നത്, ക്യാരീസ് ഇമ്പൾസസ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഈ മെസ്സേജസിനെ അല്ലെങ്കിൽ ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്ന ആരാണ്, സെൻസറി ന്യൂറോണാണ്. പിന്നെ വരുന്നതാണ് ഇൻറ്റർ ന്യൂറോൺ. അപ്പം ഈ സെൻസറി ന്യൂറോണിനെ അതേപോലെ മോട്ടോർ ന്യൂറോണിനെ കണക്ട് ചെയ്യുന്നതാണ് ആര്, ഇൻറ്റർ ന്യൂറോൺ. ഓക്കെ. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്, സെൻസറി ന്യൂറോണും എന്താ ചെയ്യുന്നത്, ഇമ്പൾസസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഓർഗൻസിലേക്കാണ് എത്തിക്കുന്നത്. ഓക്കെ. അപ്പം carries information from central nervous system to central nervous system എവിടേക്കാണ്, ഡിഫറെൻറ്റ് ഓർഗൻസ്. ഓക്കെ. ഡിഫറെൻറ്റ് ഓർഗൻസിലും ആ മെസ്സേജ് എത്തിക്കുന്ന ആരാണ്, മോട്ടോർ ന്യൂറോണാണ്. ഓക്കെ. പിന്നെയാണ് നെർവ്സ് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് ആക്സോൺ എന്താണെന്നുള്ളത് അല്ലേ, ആക്സോൺ എന്താണെന്നുള്ളത്. അപ്പം ആ ആക്സോണിൻ്റെ ഒരു കൂട്ടം ബണ്ടിലാണ് എന്ത്, നെർവ് എന്ന് പറയുന്നത്. കുറേ ആക്സോൺസ് ആണ് ഇവിടെ കാണിച്ചുള്ളത്. എന്താണ്, ഇതൊക്കെ ആക്സോൺസ് ആണ്. ആ ആക്സോൺസ് ഒരു ബണ്ടിലായിട്ടൊരു കെട്ടായിട്ട് മാറുമ്പം അല്ലെങ്കിൽ വരുമ്പം അതിന് വിളിക്കുന്ന പേരാണ് നെർവ്. ഓക്കെ. അതാണ് നെർവ് എന്ന് പറയുന്നത്. അപ്പം നെർവ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആക്സോൺസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കവേർഡ് വിത്ത് എ ലെയർ ഓഫ് ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഒരു ഫാറ്റിൻ്റെ ലെയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കവറിങ്ങോട് കൂടിയാണ് ആരുള്ളത്, നെർവ് ഉള്ളത്.
ഓക്കെ. ഈ നെർവും നമ്മൾ നേരത്തെ ന്യൂറോൺസ് പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 3 എണ്ണമാണ് വരുന്നത്. സെൻസറി നെർവ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെൻസറി ന്യൂറോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നേരത്തെ ആ ടേബിൾ ഏരിയ തന്നെ. അവിടെ എന്താ ചെയ്യുന്നത്? ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. കേട്ടോ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. പിന്നെ മോട്ടോർ നെർവ് ഉണ്ടാക്കിയിട്ടുള്ളത് മോട്ടോർ ന്യൂറോൺസ് കൊണ്ടാണ്. ഓക്കെ, കുറേ മോട്ടോർ ന്യൂറോൺസ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? മോട്ടോർ നെർവ്സ് ഉണ്ടായിട്ടുള്ളത്. അതിന് മെയിൻ ഫംഗ്ഷൻ എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഓർഗൻസിലേക്ക് ആ മെസ്സേജിനെ ക്യാരി ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ക്യാരി ചെയ്യുക. മിക്സ്ഡ് നെർവ് അല്ലേ, ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് നെർവ്. മിക്സ്ഡ് നെർവ് എന്താ? നമുക്കറിയാം, 2 എണ്ണം ഓൾറെഡി പഠിച്ചു, സെൻസറും മോട്ടോറും. അപ്പം സെൻസറി ന്യൂറോണിൻ്റെയും മോട്ടോർ ന്യൂറോണിൻ്റെയും ഒരു എന്താ പറയുക കൂട്ടം, അല്ലെങ്കിൽ രണ്ടും കലർന്ന ഒരു മിക്സ്ചറാണ് എന്ത്? മിക്സ്ഡ് നെർവ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് 2 പണിയുണ്ട്. ഈ ഇമ്പൾസസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ഓർഗൻസിലേക്കും അതേപോലെ ഡിഫറെൻറ്റ് ഓർഗൻസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം എന്ന് പറയും അല്ലേ. ടു ആൻഡ് ഫ്രം എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തു നിന്നും. ടു ആൻഡ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഓർഗൻസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഓർഗൻസിലേക്കും ഓർഗൻസിൽ നിന്ന് തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും ടു ആൻഡ് ഫ്രം അല്ലേ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇത്രയാണ് നെർവ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിനെ ബാക്കിയുള്ള ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. താങ്ക് യു.